Since the marriage is registered under the Special Marriage Act, അത് പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് വിൽ കം. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് അവർ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മുസ്ലിം കപ്പിൾസാണ്, അവർ കല്യാണം കഴിച്ചു, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, അവരുടെ ഒരു വിചാരം ഇത് ഓട്ടോമാറ്റിക്കലി പോകുമെന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞ പ്രോപ്പർട്ടികൾ ഓട്ടോമാറ്റിക്കലി പോകുമെന്നുള്ളതാണ്. പ്രാക്ടിക്കലി അവർ വില്ലെഴുതണം. കേരളത്തിൽ ഇന്ന് വില്ലെഴുതി കഴിഞ്ഞാൽ അത് പ്രൊബേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ലീഗൽ എയർസിൻ്റെയും കൺസെൻറ്റും വേണം, അല്ലേ? അപ്പോൾ ആ ലീഗൽ എയർ എന്ന് പറയുമ്പം ലീഗൽ എയർ എന്ന് പറയുന്നത് അവരുടെ ലീഗൽ എയർ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമുള്ള ലീഗൽ എയർ ആണല്ലോ, ശരിയാ ലോ പ്രകാരമുള്ള ലീഗൽ എയർ അല്ല, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊസീജിയറൽ സൈഡിൽ എപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിന് ഹൈലി ചാൻസ് ഉണ്ടാവില്ലേ? സാധ്യതകൾ ഉണ്ടാവും. എനിബഡി ക്യാൻ ചാലഞ്ച്. യെസ്, മാരേജ് ചാലഞ്ച് ചെയ്താൽ അതിൽ ഒബ്വിയസ്ലി ഇതെല്ലാം ചാലഞ്ച്ഡ് ആവും. പക്ഷേ മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആയാൽ നിയമപ്രകാരം ആ സർട്ടിഫിക്കറ്റ് ഇസ് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് യുവർ മാരേജ്. അതായത് അതിനൊരു പ്രിസംഷൻ നിയമത്തിൽ പറയുന്നത്, അത് നിയമപരമായി നടന്നതാണ് എന്നൊരു ധാരണ കൃത്യമായി കോടതിക്ക് കിട്ടും. അതിനെ ഖണ്ഡിക്കാൻ വേറെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് ആ മാരേജ്. നമുക്കിപ്പോൾ റീസെൻ്റ്ലി കേരള ഹൈക്കോടതി ഒരു റൂളിംഗ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 2024 വളരെ റീസെൻ്റ്. അതെ. അതിൽ ആക്ച്വലി ഇതേപോലെ പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ തന്നെ ആയിരുന്നു. കക്ഷികളുടെ പേരൊന്നും പറയണ്ട, കേരള ആയതുകൊണ്ട് പിന്നെ പേരുകൾ പറയണ്ട, പറഞ്ഞോളൂ. അപ്പോൾ പ്രോപ്പർട്ടി പാർട്ടീഷനിലെ ഇത് തന്നെയാണ് ചാലഞ്ച് ചെയ്ത് വന്നത്. അതിൽ ഒരു കണ്ടൻഷൻ ആയിരുന്നു, ഈ സക്സഷൻ ആക്ട് ആണോ ഇവർക്ക് ആപ്ലിക്കബിൾ, മുഹമ്മദൻ ലോ ആണോ ആപ്ലിക്കബിൾ. ആരാണ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടാവുക? അത് ചാലഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മകൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ട് ഓഫ് പ്രോപ്പർട്ടി കിട്ടിയില്ല. അതിലെ ഒരു ഷെഡ്യൂളിലുള്ള പ്രോപ്പർട്ടി ബാക്കി 3 മക്കൾക്ക് കൊടുത്തു. ഇദ്ദേഹത്തിന് അതിൽ റൈറ്റ് വന്നില്ല. ബാക്കി എല്ലാം അസൈൻമെൻറ്റ് വഴി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ ആ സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ആ മാരേജാണ് ചലഞ്ച് ചെയ്തു, ഒരു കണ്ടൻഷൻ. അങ്ങനെ വന്നപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞു, സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവർ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെക്ഷൻ 21 പ്രകാരം ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് ആപ്ലിക്കബിൾ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം. സോ ബേസിക് ഫണ്ടമെൻ്റൽ ലീഗൽ സിസ്റ്റം പോകുന്നത്, സിൻസ് ദ മാരേജ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട്, അത് പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് വിൽ കം.